മടലൊക്കെ ഇങ്ങനെ ആടി പാട്ടി കൊടുക്കും. മടലുകളാ? ആ, ഈ മടലുകൾ. എന്താ മണം? ഞാൻ ഉണ്ടാക്കി പറയണല്ല, ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. കാണാറില്ല, ലോങ് വീഡിയോ ഇട്ടാ പിന്നെ എന്റെ വീഡിയോസ് ആരും കാണാറില്ല. നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യണത് ഇങ്ങനെയാണ്. പരത്തി പരത്തി ഞങ്ങള് എന്താണത് ഇപ്പൊ പൊടിയൊക്കെ ഉണ്ടാവുകയല്ലേ, എല്ലാം സെറ്റ്. ഇവളിനി വീഡിയോക്ക് വിളിക്കൂലേ? ഇനി എല്ലാം അമ്മളേന്റെയാ. അതിന്റെ കാരണം എന്താ? അമ്മളേന്റെ അടുത്ത് ചെറിയല്ലേ, ഞാൻ അടുത്താണ് വലിയല്ല. ഇതാണ്ട ചക്ക. അപ്പൊ ഇതെന്തൊക്കെയാണ്? വരിക്കച്ചക്ക. ഇത് വരിക്കച്ചക്കയാണ്. തേൻവരിക്കാണോ? ആ, തേൻവരിക്ക. തേൻവരിക്കയാണ്. നല്ല പഴുത്താണ്, നല്ല അടിപൊളി മധുരമാണ്. ഞാൻ കാണിച്ചു തരാം. പ്രസ്റ്റേജ് ചക്കയാണ്. പ്രസ്റ്റേജ് താങ്ക് യു. നല്ല മധുരമുണ്ട്. ഭയങ്കര മധുരമാണ്. മധുരം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മധുരം. പഞ്ചസാര മുക്കി കുറുക്കിയെടുത്ത പോലത്തെ മധുരം. പഞ്ചസാരപ്പാനിയുടെ മധുരം. ഇച്ചിരി വെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ അത് പിടിക്കും അതിൻ്റെ അകത്ത്. വെള്ളം ഒഴിച്ച് കൊടുക്കണം, അടി പിടിക്കാതിരിക്കാൻ. ഇടക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഈ സാധനം ഇതിൽ പിടിക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മളിങ്ങനെ. ഒന്ന് കുറുകിയിട്ടുണ്ട്. അപ്പൊ നമ്മളത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ അല്ലേ? എന്തോരം ഇടണം? ഒരു സ്പൂണിൽ കുറച്ച് മതി. ഒരു സ്പൂൺ ഇട്ട് കൊടുക്കട്ടെ. പൊടിയിൽ ഇടേണ്ടതല്ലേ, പൊടിയിലേക്കും വേണ്ടതല്ലേ, ഇത്തിരി കൂടി ഇട്ട് കൊടുത്തേക്കാം. മിക്സി. ചക്ക ഏകദേശം വെന്ത് പാകമുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന് ഇറക്കാം അല്ലേ? തീ കെടുത്തി വെക്കും. തീ കെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി അത് തണുക്കണോ? ഇതിന് തണുക്കണ്ടേ? ഒരു പാത്രത്തിലിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അത് പാത്രത്തിലിട്ട് ഒന്ന് നിരത്തി വെച്ച്. എന്തും വേണോന്നറിയോ ഇപ്പൊ ഇവിടെ? പേടിക്കണ്ട, അപ്പുറത്താ. ഇനി ഇവിടെ ഇരുന്നൊന്ന് ആറട്ടെ. വേണേ നമുക്ക് ഫാനടിയിൽ വെക്കണോ? വേണമെങ്കിൽ ഒന്ന് ഫാനിൻ്റെ അടി കൊണ്ട് വെക്കാം അപ്പുറത്ത്. ചൂടാറിയ ചക്ക മിക്സിയിൽ അടിച്ചെടുക്കുക അല്ലേ? മിക്സിയിൽ നല്ല രീതിയിൽ അടിച്ചെടുക്കുക. അപ്പൊ അതാണ് അടുത്ത വില പരിപാടി. ഇതുണ്ടോ, അടിച്ചപ്പോ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഈ സാധനം ഉണ്ടല്ലോ, ഒരു പാലും കൂട്ടി കഴിച്ചാണ്ടല്ലോ ചക്ക. പാലൊഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇത് ഷെയ്ക്കായി. ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഞാൻ ഉണ്ടാക്കി പറയണല്ല, ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്നാമത് ഈ ചക്ക ഭയങ്കര മധുരമായിരുന്നു. ഇത് ഈ ഒരു ഷേക്ക് മോഡലിൽ ഇതിൽ കുറച്ച് പാലും കൂട്ടി കഴിച്ചാണ്ടല്ലോ കറക്റ്റ് ഷേക്ക് ആയിരിക്കും, മിൽക്ക് ഷേക്ക്. അപ്പുറത്തെ പഴുക്കുമ്പോൾ നമുക്ക് ഷേക്ക് ആക്കും. വേണമെങ്കിൽ ഇതിന്റെ ഷേക്ക് ആക്കണോ? ഇത്തിരി അടിപൊളി അടിപൊളി. എടുത്ത് വെക്കണം, വേണമെങ്കിൽ എടുത്ത് വെക്കാം. ഒരു കപ്പിൽ. നമ്മളിത് എന്തോരം ഉണ്ടാക്കണ്ട്? നമുക്കിപ്പോ ഇത് കുറച്ചുണ്ടാക്കാം. മറ്റേ ഒരു പിള്ളേരെ കുറുക്കണ്ടല്ലോ ഇതുപോലത്തെ, അതിന്റെ ഒരു ടേസ്റ്റ്, ആ ഒരു ടേസ്റ്റ്. രക്ഷിക. എന്താ ഇനി അടുത്ത? ഏലക്കായ. ഏലക്കായ. കായല് നമ്മള് എന്താ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ശരിക്കും പറഞ്ഞ പഞ്ചസാരയുടെ ആവശ്യമില്ല. ഇല്ല, പഞ്ചസാരയുടെ ആവശ്യമില്ല. എന്നാൽ അത് പൊടിയാൻ വേണ്ടി പൊടിച്ചേ. അത് പൊടിച്ചു കഴിഞ്ഞു അത് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. ചേർത്ത് കൊടുക്കാം അല്ലേ? ചേർത്ത് കൊടുക്കാം. പൊടിച്ചത് ഇതാണ് സംഭവം. അതാണ് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചത്. എല്ലാവർക്കും അറിയാം, എന്നാലും ഇട്ട് കൊടുക്കാം. ശർക്കരപ്പാനി ഉണ്ടാക്കണ്ടേ? ശർക്കരപ്പാനി ഉണ്ടാക്കണം. ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇവിടെ ഒരു ദിവസം അവലേനച്ചപ്പ ശർക്കരപ്പാനി ഉണ്ടാക്കിയതാണ്. ഇതില് ശർക്കരപ്പാനിയാണ്. ദേ കണ്ട, കാണാൻ പറ്റില്ല. പൊടി പുട്ടിന്റെ പൊടിയാണ്. തരി വേണം ഇതിന്. തരി വേണമല്ലോ. അപ്പൊ നമുക്കിത് ഇത്തിരി ഇതിപ്പോ ഒരു ഗ്ലാസ് ഉണ്ട്. ഇത് ഈ ഒരു ഗ്ലാസ് ചിലപ്പോ അരതാഴിയുടെ പൊടി ഉണ്ടാവും. അപ്പൊ ഇതിലേക്ക് ഇടാം. ഇതുപോലെ ഒരെണ്ണം കൂടി എടുത്തിടണം. ഒരു ഗ്ലാസും കൂടി ഇട്ട് കൊടുക്കാം. എന്താണ്, അല്ലെങ്കിൽ 3 ഗ്ലാസ് വേണോ? ഒരു തേങ്ങയുണ്ട്. ഒരു തേങ്ങയുണ്ട്, അതങ്ങ് ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പൊ ഇതിനെ കുതിരല്ലേ? കുതിർന്നിട്ട് നല്ലോണം ഒന്ന് ഇരിക്കട്ടെ. അപ്പോഴത്തേനും നമുക്ക് പോയി ഇലയൊക്കെ റെഡിയാക്കി കൊണ്ട്. ഇല വാഴയും ഇല അതിലുണ്ട്, അതിൽ എടുക്കാല്ല. അപ്പൊ വാഴല വംശനാശ ഭീഷണി നേരിടുന്നതുകൊണ്ട്
പൂപ്പരത്തിയുടെ പൂപ്പരത്തിയുടെ അല്ല അല്ല വാഴയില കിട്ടിയില്ലെന്ന് പറഞ്ഞ പൂപ്പരത്തിയുടെ അല്ല. ഇപ്പൊ പൊടിയൊക്കെ ഉണ്ടാവുമായിരുന്നു. പൊടിയുണ്ട്, ഒരുപാട് പുഴുണ്ടായി, ഒരുപാട് ഉറുമ്പുണ്ടായി. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി അറിയാലല്ലേ, പക്ഷെ നല്ല ടേസ്റ്റ്. ആ വലിയ ഇല ഉണ്ടാക്കി അറിയാലോ അവിടുത്തെ. നമ്മൾ ഓരോ ഇലയിട്ട് ഇങ്ങനെ ഞെട്ട് പൊട്ടിച്ചിട്ട് ഇങ്ങോട്ട് ഇട്ടുകൊണ്ടിരിക്കണേ. കഴുകി ഇങ്ങനെ മാറ്റണേ. എല്ലാം കഴുകി കഴിഞ്ഞല്ലേ? ഇപ്പൊ എല്ലാം കഴുകി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ കുഴച്ച് വെച്ച പൊടി അല്ലേ, കുഴച്ച് വെച്ച പൊടി എടുക്കാം. കുഴച്ച് വെച്ച പൊടി എടുത്ത് ഇവിടെ എന്താ കണ്ടീഷൻ നോക്കി, ഇതാണ് കണ്ടീഷൻ. അതിലേക്ക് ഇനി എന്താ ഇറങ്ങണം? ആറിയ വെള്ളം, തിളച്ചാറിയ വെള്ളം കൊണ്ട് ഒഴിക്കണം. അതെ, നമ്മളിവിടെ മൊറൊക്കെ സെറ്റാക്കി വെച്ചാണ് കേട്ടോ. മുറത്തിലിട്ടാണ് നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്യാൻ പോണത്. അതെ, തിളച്ചാറിയ വെള്ളം നേലേക്ക് ഒഴിക്കണം കേട്ടോ. ഈ ചക്കക്ക് ഓൾറെഡി നല്ല മധുരം ഉള്ളോട്ട് ഒഴിച്ചോ. ഈ ശർക്കര പാനി അധികം ഒന്നും ഒഴിക്കണം കേട്ടോ, കുറച്ച് ഒഴിക്കണുള്ളൂ. കാരണം ഭയങ്കര കടും മധുരമായി പോവും. അത് ഇല വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇലയിലേക്ക് വെച്ചിട്ട് പരത്തി കൊടുക്കണം കേട്ടോ. എന്നിട്ട് മടക്കി കൊടുക്കും. അങ്ങനെ സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കണ കേട്ടോ. ഇല മാറിയാ? ആ ഇല മാറിയത് എന്താന്ന്, ഇതിപ്പോ തീരാറായി. അപ്പൊ ഇനി ആ ഇല ഇച്ചിരി ഇതല്ലേ വലുതാക്കാനാണോ? ആ, ഇച്ചിരി കൂടി ഇതാണ് സംഭവം കേട്ടോ. പരത്തിക്കൊണ്ടിരിക്കണേ. പരത്തി ഞങ്ങള് ഇതൊരു പരത്തി ഒരു പരുവത്തിലായി. പരത്തി എന്തിയാണ് എന്താ എന്തിയാണ് നീ അനന്തോടെ എന്നെ അനുഭവം അറിയാൻ കൂടി കിടപ്പ് നോക്കി. എന്താണിത്? എണീക്കടാ, ബാ കലോടക്ക് അടപ്പത്തൊട്ടൊക്കെ വില മുകളില്. ഈ കലോ? ആ നടുക്കിരിക്കണം. ഇതോ? നടുക്കിരിക്കണം. അതാ? ആ, പിള്ളേരെന്ന് പറഞ്ഞതൊന്നും കണ്ടിട്ടുണ്ടാവൂല ഞാൻ പറഞ്ഞില്ലേ. ഞാൻ കലത്തിലാണ്ട് പരിപാടി എനിക്കറിയാൻ പാടില്ല. കഴിയട്ടെ. ഇതെല്ലാം ഈ കലത്തിലുണ്ടാക്കാൻ പോണത്. ഇത് പഴയ പരിപാടിയാണല്ലേ? ഇത് ചിലപ്പോ കണ്ടിട്ടുണ്ടാവും. നമ്മള് സാധാരണ ഇഡ്ഡലി പാത്രത്തിൽ ഉണ്ടാക്കണം. ഇതിപ്പോ ശരിക്കും നമ്മൾ ഇത് ആക്കിയിട്ട് അതിനുള്ളിലേക്ക് ഇടും. അല്ല, ഇതിപ്പോ എന്താണ് കഴുകണ കലം? അത് കഴുകി കഴിഞ്ഞ് കലത്തിൽ വെള്ളം പിടിക്കണം. ഈ കലത്തിലാ പുഴുങ്ങാൻ വെക്കണം. കലത്തിൽ വെള്ളം പിടിച്ചിട്ട് വെള്ളത്തിലേക്ക് ഇടും. ഇതിനകത്ത് ഈ മടലൊക്കെ ഇങ്ങനെയാണ് പാട്ടി കൊടുക്കും. മടലുകളാ? ആ, ഈ മടലുകൾ. ഇതാണ് പരിപാടി. അടാ മതെല്ലാം. പക്ഷെ മടലിന്റെ മുകളിലേക്ക് വെക്കുമല്ലോ എന്നിട്ട്. ആ, എനിക്ക് മനസ്സിലായിപ്പ. എത്ര റിസ്ക് എടുത്ത് ഇത് ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? ഈ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചാൽ പോലെ. അതല്ല പറഞ്ഞ വെറൈറ്റി എന്ന് പറഞ്ഞ ഇതൊന്നും പിള്ളേരൊന്നും കണ്ടിട്ടുണ്ടാവില്ലെന്ന് പറഞ്ഞില്ലേ? പിള്ളേരെ നിങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ലേ? പിള്ളേരല്ല, വലിയ ആൾക്കാരോട് ചോദിക്കുന്നുണ്ട്. എന്റെ വീഡിയോസ് കാണുന്ന മിക്കതും വലിയ ആൾക്കാരാ. പക്ഷെ ഇപ്പൊ ആരും കാണാറില്ല. ലോങ് വീഡിയോ ഇട്ടാ പിന്നെ എന്റെ വീഡിയോസ് ആരും കാണാറില്ല. വീഡിയോ ഇടാറില്ലല്ലോ ഒന്നാമത്, ഷോർട്സ് അല്ലേ ഇപ്പൊ. ഈ ഇലയൊക്കെ കൂടി അതിനകത്തോട്ട് വെച്ചു കൊടുക്കുക. കലം റെഡി. അതിൻ്റെ ഉള്ളു കാണിക്കും. ഇതിന്റെ ഉള്ളു കാണിച്ചു കൊടുത്തേ. ഇപ്പൊ ഇത് അട ഇതിൽ വേവിക്കാനുള്ള കലം റെഡി. എത്ര അട വെച്ച് വെക്കും? ആ അട മുഴുവൻ വെക്കും. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ. ഇതിലേക്ക് വല്ല മണത്തിന് വേണ്ടിയൊക്കെ വല്ലതും ചേർത്ത് കൊടുക്കും? എന്ത് മണം? സ്മെല്ലിന് വേണ്ടി വല്ലതും ചേർത്താ കൊടുക്കും? എന്താ സ്മെല്ല്? ഇല്ലല്ലേ. നമുക്ക് ഈ അടയൊക്കെ ഇതിനകത്തോട്ട് പെറുക്കി വെക്കാം. ഈ അട ഇതിനകത്തേക്ക് പെറുക്കി വെക്കണം. അട പെറുക്കി വെക്കണുണ്ടോ കൂട്ടുകാരെ? അല്ല, ഈ അട മൊത്തം ഇതിലിരിക്കൂലല്ലോ? ആ, മൊത്തം ഇരിക്കും അല്ലേ? ഇരിക്കും. മൊത്തം ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പൊ പണ്ട് ഇഡ്ഡലി പാത്രം ഇല്ലായിരുന്നപ്പോ ഇങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നല്ലേ? പണ്ട് ഇഡ്ഡലി പാത്രം ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യണത് ഇങ്ങനെയാണ്. കേട്ടല്ല, ഇതിന് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ യൂട്യൂബിൽ ചിലപ്പോ വന്നിട്ടുണ്ടാവും കേട്ടോ. നമ്മളായിരിക്കൂല ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. ആയിരിക്കൂല. അപ്പൊ ഇതാണ് പഴയ രീതിയിൽ ഉണ്ടാക്കുന്ന രീതി എന്നാണ് പറയണത്. പണ്ടത്തെ കാലത്ത് ഇഡ്ഡലി പാത്രം
കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സ്റ്റീം ചെയ്തെടുക്കാനുള്ള സംഭവമൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ വലിയൊരു കലത്തിൽ ഇതുപോലെ ആക്കിയിട്ട് അത് ആവിയേറ്റി എടുത്താണ് പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്നത്. അതാണ് ഇപ്പം ചെയ്യണത് നമ്മൾ. കുറച്ച് ബാക്കി ഒന്നുണ്ട്. അപ്പോൾ അത് അടുത്ത പ്രാവശ്യം അടുത്ത ഈ സ്റ്റേജിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമുക്ക് ഇതിപ്പോ മേളിലേക്ക് ആവി കയറി കഴിയുമ്പോൾ മേളിലേക്ക് വെക്കും. അതിലേക്ക് വെക്കാം. എന്നിട്ട് അപ്പോൾ ആവി കയറി കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ മേളിലേക്ക് വെക്കാമെന്ന് പറയണം. അതേ അടച്ചിട്ടുണ്ട്, വലിയ പാത്രം വെച്ച് അടച്ചിട്ടുണ്ട്. ആവി പുറത്തു പോകാണ്ടിരിക്കാൻ. ആവി പുറത്തു പോകാതിരിക്കാൻ. ഇനി എങ്ങാണ് വെക്കണത്? അടുപ്പിലാണോ അല്ലെങ്കിൽ അടുപ്പിലാണ് വെക്കണം? അടപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഓൾറെഡി പുകഞ്ഞിരിക്കുന്നതാണ്. ഇതൊന്ന് നന്നായിട്ട് തീ കൊടുക്കണം. അപ്പൊ ഇതിന്റെ മുകളിലേക്ക് ആവി വന്നിട്ട് ബാക്കിയുള്ള ഒരു 3 ഉണ്ട്, അത് വെച്ചു കൊടുക്കാന്ന് പറയണം. ചൂട്ട് വെച്ചു കൊടുക്കാം അല്ലേ? ചൂട്ട് വെച്ചു കൊടുത്തല്ലോ കേട്ടോ. അതിപ്പോ കത്തും. എത്ര നേരം വേണം ഇതിനെ ആവാൻ? നേരമൊന്നും വേണ്ട. ഇതായതല്ലേ തുറന്ന് ഇതാണ് സംഭവം. പുക നോക്കി എന്ത് രസം. കത്തിയ കത്തിയുണ്ട് കേട്ടോ. അപ്പൊ പഴയ രീതി എല്ലാവരും വിറകൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ആർക്കും കൊടുക്കരുത് കേട്ടോ. ഒടുക്കത്തെ വിലയാണ് ഇപ്പോൾ വിറകിന്. 500 രൂപ എന്താണ്ടൊക്കെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രമോദേട്ടൻ കാറ്ററിങ്ങിന് ഗ്യാസ് കിട്ടാണ്ട് വിറക് മേടിച്ചിട്ടാണ് ചെയ്തത്. സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ. എന്തുരുണ്ട് വീണ്? അത് ഉരുണ്ട് വീണാലും കുഴപ്പമില്ല. കണ്ട വിറകടുപ്പ്, ഗ്യാസ് ഒന്നുമല്ല, നിമിഷ നേരം കൊണ്ടായി. ഇനി തുറക്കണോ അല്ലേ? കൈ കൊള്ളൂല്ലേ? അപ്പൊ സെറ്റായി മക്കളെ, സെറ്റായി. എല്ലാം സെറ്റായി. എന്താ മണം? കഴിഞ്ഞ കഴിഞ്ഞു. ഇത് ആരാണ് സ്പെഷ്യൽ ഗസ്റ്റ്? ആരാ? അമറു എന്ന് പറയരുത്. ഇവളെ ഈ സത്യം പറഞ്ഞാണ്ടല്ലോ, ഇവളിനി വീഡിയോക്ക് വിളിക്കൂലേ? ഇനി എല്ലാം അമ്മളേന്ത്യ. അതിന്റെ കാരണം എന്താ? ഇതേനാ കാരണം എന്താ നമ്മ വീഡിയോ കഴിഞ്ഞ് ഇത്ര നാളും നിനക്കൊരു അഹങ്കാരം ഉണ്ടായില്ലേ? നീയാണല്ലാന്ന്. ആ അഹങ്കാരം മാറി. എങ്ങനെയുണ്ട് അടാ? ഇത് മധുരട്ടില്ല, ചക്കക്ക് മധുരമാണെന്ന് പറഞ്ഞിട്ടേ മറ്റേ ഇതിട്ടില്ല. നമ്മുടെ പാനി ശർക്കര അധികം ഇട്ടില്ല, കുറച്ചേ ഇട്ടുള്ളൂ. മധുരം കുറഞ്ഞു പോയാ? പിന്നെ പിന്നെന്താ മധുരം ഇല്ലാന്ന് പറഞ്ഞ? മധുരം ഇട്ടിട്ടില്ലേന്ന് ചോദിച്ചാ നമുക്ക് ശർക്കരയുടെ മധുരം കിട്ടുമ്പോ മനസ്സിലാവും അല്ലേ? ചക്കയുടെ മധുരം ഉള്ളൂ. എനിക്ക് അഹങ്കാരമൊന്നുമില്ല. ഈ അമ്മയുടെ ടൈപ്പ്. അപ്പൊ എനിക്ക് വൈകുന്നേരം വന്നിട്ട് ഇങ്ങനെ തിന്നാ മതിയല്ല. പോയി കഷ്ടപ്പെടല് ഞാൻ കളത്തിൽ വെച്ചുണ്ടാക്കിയാടാ സംഭവം എന്ന് പറഞ്ഞാ ഇവള് അമ്മറു ജോലിക്ക് പോകാൻ തുടങ്ങി. അതാണ് ഇപ്പൊ ഉണ്ടാവാത്ത വീഡിയോ ഡിലേ ആവാൻ കാരണം. അതാണ് ഞാൻ പറഞ്ഞ ഇനി ഇവളെ കൊണ്ട് ആവശ്യമില്ല. ആന്റി ഉണ്ട്, അമ്മയുടെ ആന്റി ഉണ്ട്. അത് മതി. നമുക്ക് ആ രീതിയിൽ നമ്മൾ ഇനി വീഡിയോ കണ്ടിന്യൂ ചെയ്യും. അടിപൊളി. ശർക്കര ഇടേണ്ട ആവശ്യം ഉണ്ടായില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. തേൻവരിക്ക. നമ്മളെന്നാലും അടുത്തുകൂടി ഒരു കാണുന്നവരെല്ലാവർക്കും ടാറ്റാ.